ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഞങ്ങൾക്ക് സ്കൂളൊക്കെ പൂട്ടിയില്ല. കാരണം ഇന്നലെ സ്കൂൾ പൂട്ടിയിട്ടോ. അപ്പോൾ ആമിക്കുട്ടി ഉണ്ട് ഇവിടെ. ഞാനും കണ്ണനും കൂടി ഇവിടെ ഒരു കുഞ്ഞു വീടുണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മളെ സ്ഥലം ഇതാണ്, മാവിൻ്റെ ചൂട്, നല്ല തണലുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ഒരു വീടുണ്ടാക്കാൻ പോവാം കേട്ടോ. കമോൺ. അങ്ങനെ നമ്മൾ പണി തുടങ്ങിയിട്ടോ. ആദ്യം ഈ സ്കൂട്ടി ഒന്ന് ഉന്തി തള്ളി മാറ്റണം. എനിക്കിത് ഡ്രൈവ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ഉന്തി നീക്കുന്നുണ്ട്. കണ്ണ് ഹെൽപ്പ് ചെയ്തു. പിന്നെ ഈ സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ ഒരു കുട്ടിപ്പെര വെക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ മരം വെട്ടിയിട്ടുള്ള തോലൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് പ്രശ്നമില്ല. നമുക്ക് ഈ ഒരു ആമി ഞാൻ നിൽക്കുന്ന ഒരു ഏരിയ മതി. പറഞ്ഞോ, ആമിക്ക് ഊഞ്ഞാലാടണമല്ലോ. ആമിക്ക് ഊഞ്ഞാലാടണോ? പണ്ടത്തെ ജീപ്പിൻ്റെ ചക്രം കൊണ്ടാട്ടോ ഈ ഊഞ്ഞാലുണ്ടാക്കിയിട്ടുള്ള 2 കയറ് മാമോ കെട്ടിയിട്ട് അങ്ങോട്ട് സെറ്റാക്കിയതാണ്. പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട്. അത് മരുമെന്നെടുത്ത് ഒത്തിരി പണിയെടുത്തു. അങ്ങനെ ഊഞ്ഞാൽ ഇറക്കിയപ്പോൾ ആദ്യം കണ്ണനാണ് കയറി ആടിയത്. പിന്നെ അതിൻ്റെ പേരിലായി കച്ചറ. പിന്നെ ആമിനെ വേഗം വെച്ചിട്ട് അതിനകത്ത് ഇരുത്തി ആട്ടിക്കൊടുത്തു. അങ്ങനെ അതിനകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ബാക്കി പണിയിലേക്ക് പോയി. ഇതാണ് നമ്മുടെ പനമ്പട്ട വെട്ടി കിട്ടിയത്. അതൊക്കെ ഒന്ന് സിംഗിൾ ആക്കാനുണ്ട്. അപ്പോൾ നല്ല കട്ടിയുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെയല്ല. ഞാൻ വിചാരിച്ച ഓലക്കൊടി പോരുന്ന പോലെ ഇങ്ങ് പോന്നോളും. അങ്ങനെ അത് വെട്ടെത്തി തന്നെ വേണം. അതിൻ്റെ ഇടയിലൂടെ ആമി ഇങ്ങനെ ആട്ടി കൊടുക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. ആമിക്ക് അതിനകത്ത് നല്ല രസമാണ്. അതിനകത്തൊരു പലക ഉണ്ട്, കാല് പുറത്തേക്ക് വരില്ല. അപ്പോൾ ആ പലകയിലാണ് ആളിരിക്കുന്നത്. ആൾ നല്ല സുഖം പിടിച്ചിട്ടാണ് ഊഞ്ഞാലാടുന്നത്. അങ്ങനെ പിന്നെ ഒരുപാട് നേരം അങ്ങനെ പോയാൽ ടൈം ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കി ഞാൻ വേഗം വെട്ടത്തി എടുത്തിട്ട് പണി തുടങ്ങുവാണ്. ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ പനമ്പട്ട കാണുന്നത്. ഇന്നലെ കുറേ അതിൻ്റെ പേരിൽ വാക്ക് തർക്കമൊക്കെ ഉണ്ടായി സുധീരുടെ അടുത്ത്. അപ്പോൾ ആദ്യം പറഞ്ഞ മരം വെട്ടലിൽ കിട്ടിയതാണ് നമുക്ക് ഈ പനമ്പട്ടയുടെ ഇലകൾ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒരു കുട്ടിപ്പെര എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനത് ആഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുധി വന്നിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. എനിക്കിത് വലിയ പിടിപാടില്ലാത്തതുകൊണ്ട് ആളെന്നെയാണ് ചെയ്തു തന്നത് കേട്ടോ. പനമ്പട്ടയാണ്. ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ മേൽക്കൂര ചെയ്യാൻ പോകണല്ലേ കണ്ണാ. ഇതാണ് സാധനം. ആദ്യം ഈ ഭാഗം ഒന്ന് അടിച്ചേരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട്. കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കയറിയിട്ട് വൃത്തിയാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഒന്ന് വൃത്തിയാക്കിയിട്ടാണ്. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്തിനാ അപ്പം തന്നെ വൃത്തിയാക്കുന്നതെന്നല്ല. അപ്പോൾ അവൻ്റെ അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി. അങ്ങനെ ഞാൻ അവിടെ അടിച്ചു വാരി വൃത്തിയാക്കി. നമ്മളെ വീടുണ്ടാക്കാൻ പോണ മേസ്തിരി. സേ ഹായ്. യെസ്, അവിടെ ഒരാൾ ഇവിടെ പാചകം തുടങ്ങിയിട്ടുണ്ട്. ആമി പുളിങ്കൂരി എറ്റാണ് മാമമ്മ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് അവിടെ തോല് കുറെ ഉണ്ട്. പുളിങ്കുരു ചൂട് വെൽഡ് ചെയ്തതാപ്പോ. വെൽഡ് ചെയ്തു. ബസ്സേ ഹായ്. കണ്ണെന്താ ചെയ്യണേ? കുഴി ഞങ്ങളിങ്ങനെ കുത്തിയാ പോരെ മാനുവലായിട്ട്. ഇവിടെ ആകെ ആദ്യം പണിയെത്തിട്ടാ. അയ്യോ, വെള്ളം കളിയാക്കി. ഒരു കഷ്ണം കമ്പി ഇറക്കിണ്ട് അവിടെ. ഇവിടെ വേണല്ലോ. ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം, എന്നാലും മൊത്ത കുഴി. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ 2 കുഴിയൊക്കെ കുത്തി അതിലേക്ക് സുധി തന്നെയാണ് ഈ ഫ്രെയിം അടിച്ചെന്ന് കേട്ടോ. സുധി വെൽഡ് ചെയ്തിട്ടാണ് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങോട്ട് ഫിക്സ് ചെയ്തു. അത്ര പണിയേ നമുക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ വലിയ പണി വരാൻ കിടക്കുന്നേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ ഒരെണ്ണം കൂടി നമുക്ക് ബാക്കിലേക്ക് മതിലിൻ്റെ അടുക്ക് ചേർന്നിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. അതും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെയായിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കയ്യിൽ അതിനുള്ള
പട്ടയും കമ്പിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മരം വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എല്ലായിടത്തും ഞാൻ നല്ല ചുള്ളിക്കമ്പ് നോക്കി ഇങ്ങോട്ട് വെച്ച് കെട്ടുകയാണ് കേട്ടോ. ആദ്യം ചൂടിക്കയർ നോക്കി, പക്ഷെ ചൂടിക്കയർ എന്താ പറയുക ലൂസാവുന്നുണ്ട്. അപ്പോൾ ഞാൻ തുണീൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അതാണ് കെട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ണനാണ് എനിക്ക് തുണിയൊക്കെ എടുത്ത് തരുന്ന ആൾ. അതിൻ്റെ ഇടയ്ക്ക് അയാളുടെ കയ്യുമ്മ ഒരു കോറൽ വന്നു. അപ്പോൾ അതിന് വിഷമിച്ച് പോയി നിൽക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഫ്രെയിമൊക്കെ റെഡി ആയപ്പോൾ ആൾ ഹാപ്പി ആയിട്ടോ. ആൾ വന്ന് നോക്കുന്നുണ്ട്, ഇത് നല്ല അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ആമിയും വന്നിട്ടൊന്ന് എന്താ പറയുക അതിൻ്റെ ബലമൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി. അയ്യോ എങ്ങനെയോ കഷ്ടപ്പെട്ട് ഞാനിത് സ്റ്റാർട്ട് ചെയ്തില്ലേന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മേൽക്കൂര അങ്ങ് പണിയാൻ തുടങ്ങി. കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പുറം ഇപ്പുറം ഒരേപോലെ ഇങ്ങനെ ചെയ്ത് പോവാനായിട്ട്. പണ്ട് നമ്മളൊക്കെ ഇതുപോലെ കുട്ടിപ്പര കെട്ടിയിട്ട് നിന്നിരുന്നൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. ഒരു നൊസ്റ്റു ഫീലിംഗ് ആട്ടോ. അങ്ങനെ ഒരു ഫീലാണ് ഇപ്പോൾ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ കുട്ടിപ്പേര ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുഞ്ഞിച്ചോറും കൂട്ടാനും വെച്ച് കളിക്കാനൊക്കെ. ആമിക്ക് ഒരുവിധമൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇഷ്ടമാണ്, പാത്രങ്ങൾ വെച്ച് കളിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ കണ്ണന് ഒരുപാട് വണ്ടീനോട് ക്രേസുള്ള ഒരാളാണ്. പക്ഷെ ആൾക്കും ഇഷ്ടമായിട്ട് ഇതിൻ്റെ ഇങ്ങനെ ലുക്ക് ഇങ്ങനെ മാറി വരുന്നത് കണ്ടപ്പോൾ ആളും വളരെ എക്സൈറ്റഡ് ആണ് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. പണ്ടൊക്കെ സ്കൂൾ പൂട്ടുമ്പോൾ ഈ ക്രിസ്മസ് വെക്കേഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ക്രിസ്മസും കലങ്കരിയും ന്യൂ ഇയർ എല്ലാം കൂടി ഒപ്പം വരുമ്പോൾ കസിൻസൊക്കെ ഒത്തുവിടുമ്പോൾ നല്ല സന്തോഷമാണ്. ഓക്കേ, ഇനിയിപ്പോൾ ഇതിനകത്ത് കുറച്ച് പണിയും കൂടി ഉണ്ട്. കണ്ണം പറയേ, ഇതിനകത്ത് കാർഡ്ബോർഡ് വെക്കണ്ടേ നമുക്ക് ഇരിക്കാൻ? നമ്മളിങ്ങനെ വിരിച്ച് വെക്കണം, എന്നാലും എല്ലാവർക്കും ഇരിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഞാൻ തറയിൽ മണ്ണിലിരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. കാരണം കുട്ടികളാണെങ്കിൽ മണ്ണിലിരിക്കേണ്ടെന്നൊക്കെ തോന്നുന്നു. കാരണം ഇവിടെ ഒരുപാട് ഡോഗ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വരുന്ന സ്ഥലമായതുകൊണ്ട് ഞാൻ ഈ കാർഡ്ബോർഡ് വെട്ടിയിട്ട് നിലത്ത് വിരിച്ച് കൊടുക്കുകയാണ്. അതാകുമ്പോൾ അവർ സേഫായിട്ട് ഇരുന്നോളല്ലോ. പിന്നെ മണ്ണിൽ ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ അസുഖം അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും വരും ചെയ്യില്ല. അപ്പോൾ ഞാൻ അവിടെ കടയിൽ പോയിട്ട് നല്ല കാർഡ്ബോർഡ് എടുത്തു കൊണ്ടുവന്നിട്ട് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ കിച്ചൺ സെറ്റ് എടുത്ത് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്നും മണ്ണാവില്ല, പൊടിയാവില്ല. അപ്പോൾ അത് സേഫാണ്. കയ്യിലെന്താ? ഓ ആമി മിഠായി കാണിച്ചിട്ട്. ഓ ഇവിടെ ഭയങ്കര ദാരുണമാണ് കേട്ടോ. സീനാണ്. ഇതിന് കുറച്ച് അലങ്കോലപ്പണികൾ വേണ്ടേ? ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കളർ പേപ്പർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ 2 സ്റ്റാർ 2 തലക്കൽ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പണിയിലേക്കാട്ടോ പോയോണ്ടിരിക്കുന്നത്. കണ്ണന് ഇതൊന്നും അറിയില്ലെങ്കിൽ കൂടിയിട്ട് ആൾ കൂടെ നിൽക്കുന്നുണ്ട്. പിന്നെ കട്ടിങ്ങും പേസ്റ്റിങ്ങും കുട്ടിക്ക് ഇഷ്ടമാണ്, പക്ഷെ അറിയില്ല. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് 2 സ്റ്റാർ അങ്ങോട്ട് ചാമ്പി വിട്ടു ഗൈസ്. ആ വകയിൽ എൻ്റെ ഇവിടെ കൊലായിയൊക്കെ വൃത്തികേടായി. പിന്നെ അത് വൃത്തിയാക്കാനുള്ള പണിയും കൂടി കിട്ടി. അങ്ങനെ കണ്ണൻ തന്നെ കേട്ടോ സ്റ്റാറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോയത്. അവനത് ഒരു എന്താ പറയുക, നമ്മൾ ആദ്യം വെച്ച് കെട്ടിയ കമ്പുമ്പോൾ ഇങ്ങനെ കൊളുത്തി വെക്കുക ചെയ്തിട്ടില്ല, കെട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ ഒന്ന് കെട്ടേണ്ട ആവശ്യമുണ്ട്, ഒന്ന് കെട്ടി കൊടുക്കണം. സ്റ്റാർ വീട് അല്ലേ? നമ്മുടെ എന്താണ് കുട്ടിപ്പേരയുടെ ഫൈനൽ ലുക്ക് കേട്ടോ. സ്റ്റാർ ഹൗസ് എന്നാണ് കണ്ണം പറയണത്. കണ്ടോളൂ കേട്ടോ. എന്തല്ലേ ഉണ്ടാക്കി കഴിഞ്ഞു പൊന്നോ. ദിസ് ഈസ് ഫൈനൽ ലുക്ക്. പറയേ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ കണ്ണൻ്റെ സ്റ്റാർ ഹൗസ്. കണ്ണതിൻ്റെ ഉള്ളിൽ കയറി കിടക്കുകയാണ്. കളിക്കുക. തൊപ്പി കാണിച്ചെടുക്ക്. അപ്പൊ ആമിക്കുട്ടി ഉറങ്ങിയിട്ടാ, അല്ലെങ്കിൽ ആമിക്കുട്ടി ഇവിടെ ഉണ്ടാവുമായിരുന്നു അല്ലേ കണ്ണ? അല്ലേ? ആമി ഉറങ്ങാൻ പോയി. ആമി ഉറങ്ങാൻ പോയതുകൊണ്ട് ഞാനും കണ്ണനുമാണ് ഇത് ചെയ്യണത് അല്ലേ?
ആമി വന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം അല്ലേ പൊന്നോ? യെസ്, കണം പഠിച്ചു. ആമി എവിടെയായിരുന്നു ഞങ്ങൾ വീടൊക്കെ വെച്ചപ്പോൾ? ഒന്ന് വാവ് ഇറങ്ങിക്കോ, പുതിയ വീട്ടിലൊന്ന് വാവ് ഇറങ്ങിക്കോ. കണ്ണം വാടാ, ആമീൻ്റെ കൂടെ ഇരിക്കി. അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കട്ടയ്ക്ക് കൂടെ നിൽക്കണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.